ഛർദ്ദിച്ചിട്ട് പറ്റാം. കഴിക്കനാട്ടിൽ മുഴുവൻ തളർത്താൻ പാടില്ല. ഇവനൊന്നിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നല്ലോ. ഓക്കെ, സമ്മതിക്കണം കേട്ടോ, അത്രയൊക്കെ തന്നീരെ. മെക്ഡൊണാൾഡ്സിന്റെ മെനു ആദ്യം ആര് കംപ്ലീറ്റ് ചെയ്യുന്നു അവർക്ക് നമ്മൾ 5000 rupees കൊടുക്കും. ഗൈസ്, ഒരു ചലഞ്ചാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 boy vs 2 girls ആണ് ഈ ഒരു ചലഞ്ച്. ഈക്വൽ മെനു ആയിരിക്കും രണ്ടുപേർക്കും. സോ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിലാൽ, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ഓക്കെ. എൻ്റെ പേര് റോഷ്നി, ഞാനിവിടെ എറണാകുളത്ത് തന്നെയാണ്. ഷബ്നൂർ, തൃശ്ശൂർ. സോ പോവാം. നമ്മൾ മെനു സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. എൻ്റെ പേര് കൈസ്, ഞാൻ റെസ്റ്റോറൻറ്റ് മാനേജറാണ്. ലുലുത്തെ മെഗ്ഡിയത്തെ റെസ്റ്റോറൻറ്റ് മാനേജറാണ്. സോ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഒരു ബന്ധം. ഇനി നമ്മളെടുത്ത മെനൂസ് ഓക്കെ, ടോട്ടൽ 8 ബർഗർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 6 പീസ് ഫ്രൈഡ് ചിക്കൻ, 2 ഫ്രൈസ്, 2 ഐസ്ക്രീം, പിന്നെ കഫേയിൽ 2 പ്രീമിയം ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്, 2 നോർമൽ നമ്മുടെ കൊക്കക്കോള എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് കംപ്ലീറ്റ് മെനു ഇവരും കൊണ്ട് എന്തായാലും പോസിബിൾ അല്ല. അതുകൊണ്ട് ഒരു എല്ലാം വരുന്ന രീതിയിൽ നമ്മൾ മെനു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എത്ര മിനിറ്റ് എടുക്കും? ഇത് മാക്സിമം ഒരു 10 മിനിറ്റ് റെഡിയാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവരെ സെറ്റ് ചെയ്യാം. റെഡി? ഇവരെ കൂടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. ബ്രോന്റെ ഫ്രണ്ട്സ് ആണ്. ഉനൈസ്, ആഷിഖ്. ഇവര് കാസർഗോഡാണ്. ഇവരെ ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. ഇവരെയും ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. പേര് പറഞ്ഞോ? ഷബ്നൂർ. പേര് ഓൾറെഡി പറഞ്ഞല്ലേ. എന്താ ചെയ്യുന്നത്? പഠിക്കുക. ഞാനും പഠിക്കാൻ, നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്ന. ഡിഗ്രി 3rd year സെന്റ് തെരേസാസ് കോളേജ്. ഫുഡിയാണോ നിങ്ങള്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ട് കുഴപ്പമില്ല. ഈ ഒരു പാവത്തിനെ തോൽപ്പിക്കോ? വിശ്വാസം. എന്ത് തോന്നുന്നു? പറ്റില്ല, ഫുൾ കോൺഫിഡൻസ്. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. മറുപടി പറയണ്ട? നോക്കാം, കാണാം. ശരി, വാ, നമുക്ക് സെറ്റ് ആയിരിക്കാം. സോ എൻ്റെ റൈറ്റ് സൈഡിൽ 1 മാനും സെക്കൻഡിൽ 2 ഗേൾസും ഉണ്ട്. സോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മെനു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബ്രോ, ഇവരെ രണ്ടുപേരെ കാണുമ്പോഴേ എന്ത് തോന്നുന്നു? അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ടീമാണ്, കണ്ടിട്ട് തോന്നുന്നു. കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്. എന്നോട് ചോദിച്ചോ ഒരു ഫുഡിൽ മന്തിയൊക്കെ കഴിക്കുമോ? ഇനി നേരെ ഓപ്പോസിറ്റ് ഇവരെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? തോന്നിയില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ചോദിച്ചപ്പോ പിന്നെന്താ പറഞ്ഞു, കഴിക്കും. അതെ, എനിക്കൊന്നും പറയാനില്ല. മെന്റലി തളർത്താൻ വല്ല പ്ലാനുണ്ടോ? അല്ല, അവനാണ് മെന്റലി നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചിർത്തിക്കൊണ്ടിരിക്കണേ കോൺഫിഡൻസ്. അതെ, ഓവറായിട്ട് ഒന്നും കഴിക്കരുത്, വയ്യാണ്ടായ പിന്നെ പറ്റൂ. ഇവനൊന്നിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നല്ലോ. ഓക്കെ, സെറ്റ് ചെയ്തോളാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, നിങ്ങളെന്നെ പറയുന്നത്, ഞാനല്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കഴിക്കണേന്. ഞാൻ പറഞ്ഞ ഓവറായിട്ട് കഴിക്കരുത്. ഷുഗറും പ്രഷറൊക്കെ കയറിയല്ലോ. ഷുഗറും പ്രഷറൊക്കെ കയറി. ഓക്കെ, നിങ്ങൾക്കൊന്നും പറയാനല്ല. തിരിച്ച് കഴിക്കനാട്ടിൽ മുഴുവൻ തളർത്താൻ പാടില്ല. ഒരു കാര്യം, ഇത്രയും പറയുമ്പോ ഇനി നിങ്ങൾ എന്തായാലും വിൻ ചെയ്യണം. ഓക്കെ, തളർത്തുന്നുണ്ട്. മാക്സിമം അവന് നല്ല മെന്റൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവന്റെ ഒരു ഐഡിയ ആണ്, തന്ത്രം. ബിഗ് ബോസ് കയറാൻ പ്ലാനുണ്ടോ? ഇല്ല, തന്ത്രങ്ങളൊക്കെ പ്ലാൻ. നീ ലഞ്ച് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്? ലഞ്ച് കഴിച്ചു. ഞാൻ 1:30 ലഞ്ച് കഴിച്ചു. ഓക്കെ, കാസർഗോഡ് നിന്ന് വന്നോ? കാസർഗോഡ് നിന്ന്. ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അതിന് വേണ്ടി വന്ന് അത് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്ത് വന്നു. ആക്ടറാണ്? മോഡലാണ്, ഫാഷൻ കൊറിയോഗ്രാഫറാ, ചെയ്യുന്നുണ്ട്, മോഡലിംഗ് ചെയ്യുന്നു. ഓക്കെ, നല്ല ഓൾ ദ ബെസ്റ്റ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫുഡ് വരുന്നവരെ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവർക്ക് കഴിക്കാനുള്ള മെനു. ഈക്വലാണ്. സോ 4 ബർഗേഴ്സ്, 2 ഡ്രിങ്ക്സ്. ഓക്കെ, ടൈമൊന്നുമില്ല. ആദ്യം ആര് കംപ്ലീറ്റ് ചെയ്യുന്നു അവർക്കാണ് പ്രൈസ്. അവരൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാ. അവനൊരു ഇമോഷൻസും ഇല്ല. അവന് സിമ്പിളായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങള് പട്ടിണിയൊന്നും കിടന്നിട്ടില്ലല്ലോ? പട്ടിണിയൊന്നും കിടന്നിട്ടില്ലല്ലോ? ഒരു ബർഗർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തില്ലേ? രണ്ടാമത്തേത്. ഓ, സെറ്റ്. രണ്ടാമത്തെ ബർഗർ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു ബർഗറോ? ഫസ്റ്റത്തെ ആണോ അത്? ഷോ 2 കഴിഞ്ഞിട്ടാ. ാണല്ലോ. എന്താണത്? ബർഗർ 2 പാറ്റി വരുന്ന ബർഗറാണ്. ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ബർഗർ, ഒരു മീഡിയം ബർഗർ, ഒരു ചെറിയ ബർഗർ, ഇനി ഒരു ചെറിയ ബർഗർ, 4 ബർഗർ. സംഭവം 1 man versus 2 girls. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ചിക്കനിലോട്ടാണ് അടുത്ത് പോകുന്നത്.
കുറച്ച് ടാസ്ക് ചിക്കനല്ല എന്തോടെ പോകും അല്ലേ? ഒരു സ്റ്റോറി ഇട്ടേന് ഇവിടെ ഉണ്ടെന്ന് ഞാനാ ലുലുല് അല്ല ചോദിച്ചാ അവരല്ലോ പട്ടിണി കിടന്നിട്ട് ഒന്നാണോ? പട്ടിണി വിളിക്കുന്നല്ല വന്നത്, കഴിച്ചിട്ട് തന്നെ വന്നത്. അപ്പൊ ഭയങ്കര സ്ലോ ആണ്. ഫേസ് ക്യാമറ ഒക്കെ എനിക്ക് തിന്നാൻ പറ്റൂല. നോക്കല്ലേ ചൂടുണ്ട്. ഒരു മൂന്നാമത്തെ ബർഗർ കംപ്ലീറ്റ് ആവുന്നു. ഇവിടെ മൂന്നാമത്തെ കംപ്ലീറ്റ് ചെയ്യണ്ട, ഫുൾ ടേസ്റ്റ് ചെയ്യാൻ പോകും. ചൂട് ഒരു പ്രശ്നമാണ്. പിന്നല്ലേ സോ അതുകൊണ്ടാണ് ഒരു ബർഗറും ഒരു ഷേക്കും കുടിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയായിട്ട് ചൂട് മാനേജ് ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞോ? എൻ്റെ അടുത്തുണ്ട്. കാലി ബോക്സ് അടി ഇതിനകത്തൊന്നുമില്ല. ഇതും കാലിയാ കൊടുത്താ വെറുതെ പറഞ്ഞ അത് കാലിയല്ല. ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്തും ഒരു സ്പൈസി ചിക്കൻ ബർഗറാണ്. കുറച്ച് എരിവുള്ള ബർഗറാണ്. പൈസയോ? കാസർഗോഡ് വിൻ ചെയ്യോ, തൃശ്ശൂർ എറണാകുളം വിൻ ചെയ്യോ? അങ്ങനെ ഇത് വിൻ ചെയ്തു. ഒരു ചിക്കനും കൂടി ഉള്ളൂ. ഒന്നുമില്ല. പകുതിയും ഓക്കെ. ആരെ ബസ് തീർത്ത അവർക്കല്ലേ? ആര് കംപ്ലീറ്റ് ചെയ്യുന്നു? ചിക്കനും ഏതാ കോമ്പിനേഷൻ? അതിന് മുന്നേ നമ്മള് ഐസ്ക്രീം തിന്നു. അതിന് മുന്നേ ഇങ്ങോട്ട് അതിന് മുന്നേ ഞങ്ങൾ ബർഗറും ഐസ്ക്രീമും കഴിച്ചു. ശ്രദ്ധിച്ചില്ലല്ലോ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം പോകുന്നത് ഈക്വൽ ആയിട്ടാണ് തോന്നുന്നത് അല്ല അല്ലേ? അല്ല ഓ ഓക്കെ. ഇതിലൊന്നും ബർഗേഴ്സ് ഇല്ലല്ലോ. ഇതിലൊന്നും ബർഗേഴ്സ് ഇല്ല. ഒരു കോള ലൈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു കോള എക്സ്ട്രാ ഉണ്ട്, ഒരു ഡ്രിങ്കും ഉണ്ട്, ഒരു 2 പീസ് ഫ്രൈഡ് ചിക്കൻ കൂടെ ഉണ്ട് ഇതിനകത്ത്. ഫ്രൈഡ് ചിക്കന് 2 പീസും കൂടെ ഉള്ളൂ. ഒരു ഐസ്ക്രീം, ഫ്രൈഡ് ചിക്കനും ഐസ്ക്രീമൊക്കെയാണ് കോമ്പിനേഷൻ. ഇവിടെ നീ ഒരു കോള മാത്രം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും 2 ആണും 2 പെണ്ണും ആക്കിക്കോളൂ. അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു ചലഞ്ച് ആയിരുന്നു, 1 man vs 2 girls. അപ്പോൾ ഇപ്പം പറഞ്ഞിരുന്നു അവർ തോപ്പിക്കാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞോ? കഴിഞ്ഞ് ഒരു കോളയും കൂടെ ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്യണേ? അല്ലല്ല, നീ കഴിച്ചോ, സ്റ്റോപ്പ് ഒന്നും വേണ്ട. ഒന്ന് തോറ്റ മുഖം ഞാൻ കാണട്ടെ. തോറ്റ മുഖം ഒന്ന് കാണിച്ചു തരുമോ? ആ പോയിട്ട് ഞാൻ ഫിനിഷ് ചെയ്യുന്നു പറഞ്ഞ ഫിനിഷ് ചെയ്യലല്ലോ കളി, അതല്ല കളി. ആരാ ആദ്യം തീർക്കുന്ന കളി. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. പോയിട്ട് ഛർദ്ദിച്ചിട്ട് പറ്റേ? പറ്റുമോ? പറ്റുമോ? സീന് നോക്കണ്ടോ? ആ പക്ഷെ എനിക്ക് ഛർദ്ദിക്കാൻ ഫോൺ സമ്മതിക്കണം കേട്ടോ. അത്രയൊക്കെ തിന്നില്ലേ ഒറ്റക്ക്? ഇത്ര സമയം കൊണ്ട് പെട്ടെന്ന് ഇത്രയും സമയം കൊണ്ട് അത്ര നിന്നിട്ട് ഇപ്പൊ ജസ്റ്റ് അത് അവനെ അപ്രിഷിയേറ്റ് ചെയ്യണം. അടിപൊളിയാണ്, അവൻ അടിപൊളിയായിട്ട് ചെയ്തു ഗൈസ്. പക്ഷെ കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ വിൻ ചെയ്ത ആളുകൾ നിങ്ങൾ രണ്ടുപേരുമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു യു. സോ അവന് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ചലഞ്ച് പറഞ്ഞേക്കന്നെ എന്നെയും കൊണ്ട് പറ്റുക തോൽപ്പിക്കാന്ന് പറഞ്ഞ ആളാണ്. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇവനൊരു കൺഗ്രാജുലേഷൻ കൊടുക്കണം. സോ ഇത്ര ടൈം പീരീഡിനുള്ളിൽ ഇത്രയൊക്കെ കഴിച്ചു. ബർഗേഴ്സ് കഴിച്ചില്ല വലിയ കാര്യം. ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ട് ബർഗേഴ്സ്. സോ അത് അവൻ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ട് വന്നിട്ടുള്ളത്. എക്സ്ട്രാ പോയിന്റ്സ്. സോ എന്തായാലും ഗൈസ് ചെക്കൻ പൊളിയാണ്. സോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, 2 ബർഗർ എക്സ്ട്രാ കഴിക്കാൻ വേണ്ടിട്ട്. അല്ല ഗൂഗിൾ പേ ആയ 5000 ഇടയുണ്ട്. സോ നീ ചുമ്മാ നിന്നെ വിടാൻ എനിക്ക് തോന്നുന്നില്ല. സോ നിനക്ക് ഞാനൊരു 1000 ഇട്ടുതരാം. ഞാനിവർ ഇത്രയും ഫുഡ് കഴിക്കുമെന്ന് വിചാരിച്ചില്ല. കണ്ടത്രയും കഴിക്കുമെന്ന് വിചാരിച്ചു. ഇവർക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്നത് കഴിക്കണം, എവിടെ കഴിക്കണം. അയ്യോ മറ്റേ ഐസ്ക്രീമും ഫ്രൈഡ് ചിക്കനൊക്കെ ഇട്ടാ കഴിക്കണേ. അല്ല ഫ്രൈഡ് ചിക്കൻ ഐസ്ക്രീമിലോട്ട് മുക്കിയിട്ട് കഴിച്ചേ. ഓൾമോസ്റ്റ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അങ്ങനെ കഴിക്കണത്. ഓക്കെ, ചൂടറിയില്ല നമുക്ക് ഒന്നാമത്, അപ്പൊ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അതിന്റെ രീതിയിലാണ് ഞാൻ കഴിച്ചത്. വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ചൂടറിയില്ല നമുക്ക്. അതിപ്പോ എത്ര ഫ്രൈഡ് ചിക്കൻ എത്ര വെച്ചാലും തുറക്കുമ്പോൾ ചൂടുണ്ടാവും. അപ്പോൾ അങ്ങനെ വീഡിയോ എൻഡ് ആണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.